ഈ കഴിഞ്ഞ ദിവസമാണ് കേരള ഗവൺമെന്റിന്റെ വക്താവ് കോടതിയിൽ പറഞ്ഞത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവകാശമല്ല, സർക്കാർ ക്ഷേമ അധിഷ്ഠിതമായ തീരുമാനം കൊണ്ട് അങ്ങനെ കൊടുക്കുന്നു എന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് സർക്കാരിനോട്, ഇത് അവകാശമാണ്. കാരണം 41 ഭരണഘടനയുടെ 41 വകുപ്പ് അനുശാസിക്കുന്നത് എന്താണ് എന്ന് നോക്കുക. മുതിർന്ന പൗരന്മാരുടെ മാന്യവും സുരക്ഷിതവുമായ ജീവിതം ഉറപ്പാക്കണം. ഇതാണ് ഭരണഘടനയുടെ 41 വകുപ്പ് അനുശാസിക്കുന്നത്. മുതിർന്ന പൗരന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് 60+ പോപ്പുലേഷൻ എന്ന് കണക്കാക്കാം. അവരുടെ മാന്യവും സുരക്ഷിതവുമായ ജീവിതം ഉറപ്പാക്കണം എന്നാണ് അത് നിഷ്കർഷിക്കുന്നത്. ഈ നിയമം, ഈ 41 കോൺസ്റ്റിറ്റ്യൂഷന്റെ 41 വകുപ്പ് ആർട്ടിക്കിൾ 41 അനുസരിച്ചുള്ള നിയമം 1948 നവംബർ 23 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കി കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ അത് സംഭവിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും അതിന്റെ അനുഭവം കിട്ടുന്നുണ്ടോ എന്നുള്ളത് വ്യത്യസ്തമായ കാര്യം. പക്ഷെ ഈ നിയമം ഇവിടെ നടപ്പാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ എന്ന് പറയുന്നത് 60 കഴിഞ്ഞ ആർക്കും അവകാശം തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു അവകാശം തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളത് ശ്രദ്ധിക്കുക. 41 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 41 വകുപ്പ് ഉറപ്പ് തരുന്ന മാന്യവും സുരക്ഷിതവുമായ ജീവിതം. ഈ മാന്യവും സുരക്ഷിതവുമായ ജീവിതം, മാന്യമായ ജീവിതം എന്ന് പറയുമ്പോൾ നല്ല ആഹാരം, സുരക്ഷിതമായ ജീവിതം എന്ന് പറയുമ്പോൾ രോഗങ്ങൾ പ്രതിരോധിക്കുവാനുള്ള ശക്തി ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുക, നമുക്ക് ആവശ്യത്തിന് ആരോഗ്യ പരിരക്ഷണം കിട്ടുക എന്നൊക്കെയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നത്. അപ്പൊ അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന അവകാശമാണ്. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ ആക്ട് അതുപോലെയുള്ള ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഇതും നമ്മുടെ ജന്മാവകാശം പോലെ തന്നെ ഒരു അവകാശമാണ് മാന്യവും സുരക്ഷിതവുമായ ജീവിതം. അപ്പൊ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന അങ്ങനെയല്ല ഇത് പിന്നെ ഔദാര്യം എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ കരുണ എന്ന് വിചാരിച്ചോ ഒക്കെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്ന ഇതൊന്നുമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട ഒരു കോൺസെപ്റ്റും അല്ല അതിന്റെ പുറകിലുള്ളത്. നമുക്കറിയാം ഇതിന്റെ പുറകിലുള്ള ഒരേ ഒരു കാര്യം, ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതിന്റെ പുറകിലുള്ള ഒരേ ഒരു കാര്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അത് വോട്ട് കിട്ടുക, ഭരണത്തിൽ വരിക. പിന്നെ അതാണല്ലോ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോഴും നടന്നു പോകുന്നു. എന്നിട്ടും 5 മാസമായി ഈ ദരിദ്രർക്ക്, അതിൽ അതിദരിദ്രരുണ്ട്, അല്ലാത്തവരുമുണ്ട്. റേഷൻ കട വഴി എന്തെങ്കിലും അരിയും സാധനങ്ങളും കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അവരാരും പട്ടിണി കിടക്കുന്നുണ്ടാവില്ല. പക്ഷേ മറ്റ് ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധ്യതയില്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണ് ഇതിൽ നല്ല ഒരു ഭാഗവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1600 രൂപ പെൻഷൻ ഇപ്പൊ 5 മാസം ഗഡുക്കളായിട്ട് കിടക്കുകയാണ്, 5 മാസം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഈ കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് സംസ്ഥാന ബജറ്റ് വന്നത്. ആ സംസ്ഥാന ബജറ്റിൽ പറഞ്ഞിരുന്നു ഈ ഏപ്രിൽ മുതൽ കുടിശ്ശികയില്ലാതെ ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷെ ആ വാഗ്ദാനം ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിനെ പറ്റി അദ്ദേഹം തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ആലോചിക്കാതെയാണോ ആ വാഗ്ദാനം നൽകിയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പോ 5 മാസം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഇത് കൊടുക്കുമ്പോൾ, വാഗ്ദാനം കൊടുക്കുക, അത് നടപ്പാക്കാൻ പറ്റേ. എന്താണ് ഈ ഗവൺമെന്റിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചില എക്സാമ്പിൾസ് മാത്രം. 1956 മുതൽ 2016 വരെ ഭരിച്ച എല്ലാ ഗവൺമെന്റുകളും കൂടി വരുത്തി വെച്ച കടം എത്രയായിരുന്നു? 1956 എന്ന് പറയുന്നത് എന്താണ്? 1956 സംസ്ഥാന കേരള സ്റ്റേറ്റ് ഫോം ചെയ്യപ്പെടുന്നത്. ആ 1956 മുതൽ 2016 വരെ, 2016 പിന്നെ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം പിണറായി വിജയന്റെ കയ്യിലേക്ക് ഈ ഭരണവടി കൈമാറുന്നത്. അപ്പൊ അതുവരെയുള്ള കാലം, 2016 വരെയുള്ള കാലത്ത് സംസ്ഥാനം എടുത്തിരുന്ന കടം, സഞ്ചിത കടം, അതായത് കൂട്ടിച്ചേർക്കപ്പെട്ട കടം, 1956 മുതൽ
2016 വരെ കൂട്ടിച്ചേർക്കപ്പെട്ട കടം 1,53,200 കോടിയായിരുന്നു. 1,53,200 കോടി. ഇത് ഞാൻ എടുത്തത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്ത ബജറ്റ് ഡോക്യുമെന്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതല്ലാതെ ഞാൻ കുക്ക് ചെയ്ത ഡേറ്റ അല്ല. ഓക്കെ, അത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ 2016-നും 2024-25 ബജറ്റ്. ഇപ്പൊ കഴിഞ്ഞത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ്. ആ ബജറ്റ് ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന കടം എത്രയാണെന്ന് പറ. 4,47,857.25 കോടി. 4,47,857.25 കോടി. എത്രയാണ് വർധനവ്? പെർസെൻറ്റേജ് വർധനവ് നമുക്ക് നോക്കാം. 192.34%. എത്ര വർഷം കൊണ്ടാണ്? 2016-17 മുതൽ 2025-24 വരെയുള്ള വർഷങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന മാറ്റം. 10 വർഷം ആയിട്ടില്ല, 7-8 വർഷം എന്ന് നമുക്ക് കാണും. 8 വർഷം കൊണ്ടുണ്ടായ വർധനവാണ് 192.34% വർധനം. ഏകദേശം ഇരട്ടിയോളം. 1956 മുതൽ 2016 വരെ വന്നതിന്റെ ഇരട്ടിയോളം എന്ന് 192.34%. ഇരട്ടി ആയിട്ടില്ല, 200% ഇരട്ടി എന്ന് പറയാമായിരുന്നു. ഏകദേശം ഇരട്ടിയോളം വർധനവാണ് കടം വാങ്ങലിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAG-യും കുറ്റപ്പെടുത്തുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറ്റപ്പെടുത്തുന്ന ഒരു കടമുണ്ടല്ലോ. ഒന്നല്ല, 2 കടം. ഏതൊക്കെയാ 2 കടം? കിഫ്ബി വഴി എടുത്തിരിക്കുന്ന കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുത്തിരിക്കുന്ന കടവും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. അതും കൂടി കൂട്ടിച്ചേർത്താല് ഈ 192.34% എന്നുള്ളത് അതിനേക്കാളൊക്കെ ഒത്തിരി, അതായത് 200-നും ഒക്കെ ഇരട്ടിയിലും ഒക്കെ ഒത്തിരി മോളിൽ പോകും. അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയാ വടിയുമായി വന്നത്. കടം ഇനി എടുക്കാൻ പറ്റില്ല, കടം വെട്ടി കുറയ്ക്കണം എന്ന് പറഞ്ഞു വന്നത്. അപ്പോഴാണ് റിസർവ് ബാങ്ക് വാർണിംഗ് കൊടുക്കുന്നത്, അപ്പോഴാണ് CAG വാർണിംഗ് കൊടുക്കുന്നത്. ഇതൊന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഗവൺമെന്റ് തുടങ്ങിയ പദ്ധതികൾ ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ കടം കൊണ്ട് മുൻപോട്ട് പോകുന്നു. അപ്പോഴും നമ്മൾ അത്ഭുതം കൊടേണ്ട ഒരു കാര്യമുണ്ട്. ബജറ്റ് ഇൻ ബ്രീഫ് ഒന്ന് എടുത്തു നോക്കുക. A41 പേജ്. ആ A41 പേജില് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ഒരു പേജാണ്. അതിന്റെ പിന്നെ ഡീറ്റെയിൽസ് പറയുന്ന പേജാണ് A41 പേജ്. ആ A41-ൽ പറയുന്നു 19,975 കോടിയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ടെന്ന്. അതിൽ തന്നെ ഇപ്പൊ നമ്മളത് പറയുകയാണെങ്കിൽ ശ്രീ ബാലഗോപാൽ പറയും, അയ്യോ അതൊരിക്കലും പിരിച്ചെടുക്കാൻ പറ്റുന്നതല്ലെന്ന്. അതിൽ തന്നെ ആ പിരിച്ചെടുക്കാൻ പറ്റാത്തതും, അതായത് കേസിലും ട്രൈബ്യൂണലിലും ഒക്കെ പെട്ട് കിടക്കുന്നതും ഒരു പ്രശ്നവും ഇല്ലാത്തതും വേർതിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ വേർതിരിച്ചു പറയുന്നത് തന്നെ എത്രയുണ്ട്? 14,061 കോടി. 14,061.30 കോടിയും ഒരു പ്രതിസന്ധി ഇല്ലാത്തതാണ്. പിരിച്ചെടുക്കാൻ കൈ നീട്ടിയ ഗവൺമെന്റിന്റെ കൈ ഒന്ന് നീട്ടിയാൽ മതി, ആ ഫണ്ട് ഖജനാവിലെത്തും. അതെന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? അത് ബാക്കി ഉള്ള എമൗണ്ടിന് പ്രശ്നങ്ങളുണ്ട്. അത് ട്രൈബ്യൂണലിൽ പോയതോ കോടതിയിൽ പോയതോ ഒക്കെ ആയിരിക്കും. എപ്പോഴാണ് കോടതിയിലും ട്രൈബ്യൂണലിലും പോകുന്നത്? CAG റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കണം. CAG എന്താ പറയുന്നത്? CAG പറയുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല. CAG ഒരു വകുപ്പിലേക്ക്, ഞങ്ങൾ ഇന്ന വകുപ്പിൽ ഓഡിറ്റിംഗിന് വരുന്നു, കമേഴ്ഷ്യൽ ടാക്സസ് വകുപ്പിലേക്ക് ഓഡിറ്റിംഗിന് വരുന്നു എന്ന് പറയുമ്പോഴാണ് കമേഴ്ഷ്യൽ ടാക്സസിലെ ഓഡിറ്റിംഗ് നടത്തേണ്ട ഇന്റേണൽ ഓഡിറ്റേഴ്സ്, ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സ് ഓഡിറ്റിംഗിന് തയ്യാറാവുക. അപ്പൊ അവര് ചെല്ലുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് അവരെ തടസ്സപ്പെടുത്തും. അവർക്ക് ഓഡിറ്റിംഗ് നടത്താൻ പറ്റില്ല. അപ്പൊ CAG വരുമ്പോൾ CAG-ക്കും കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ CAG തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഞാൻ എവിടെ നിന്നും എടുത്തു പറയുന്ന കാര്യങ്ങളില്ല. CAG തന്നെ 2023 ഓഗസ്റ്റിൽ പുറത്തു കൊണ്ടുവന്ന അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഗവൺമെന്റിലെ അരിയർ എങ്ങനെ വരുന്നു. അതായത് CAG ആ അരിയർ ആ ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കുന്ന എത്ര അരിയർ ആണെന്ന് പറയണ്ടേ? 28,258.39 കോടിയുടെ അരിയർ.
അത് നികുതി അരിയർ മാത്രമല്ല, നികുതിയേതര വരുമാനത്തിലെ അരിയറും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ 19,975 ബജറ്റിൽ കിടക്കുമ്പോൾ CAG റിപ്പോർട്ടിൽ 28,258 കോടി വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇത് നികുതിയാണ് ഗവൺമെന്റ് ബജറ്റിൽ കിടക്കുന്നത്. മറ്റേതിൽ നികുതിയേതര വരുമാനത്തിലെ അരിയറും കൂടി കുടിശ്ശിക കൂടി ഉണ്ട്. അപ്പൊ ഈ കുടിശ്ശിക എടുക്കാത്തതിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഇത്രയധികം കുടിശ്ശിക വരുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് CAG പറയുന്നത് ഇങ്ങനെ അരിയർ ഉണ്ടാകാൻ കാരണം ഇന്റേണൽ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ്. ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തേണ്ട ഓഡിറ്റേഴ്സിനോട് ചോദിച്ചു ഞാൻ. അപ്പോൾ ഓഡിറ്റേഴ്സ് പറഞ്ഞു, ഞങ്ങൾ ഓഡിറ്റിങ്ങിന് ചെല്ലാറുണ്ട്, പക്ഷെ വകുപ്പുകൾ ഞങ്ങളെ മടക്കി വിടും, അതിന് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട്? ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇതിനൊക്കെ പരിഹാരം കാണാതെ ഈ ഖജനാവ് നിറയാൻ പോകുന്നില്ല. അങ്ങനെ നിറഞ്ഞാൽ മാത്രമേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളുടെ ഡ്യൂട്ടി ചെയ്യുകയുള്ളൂ. ജനറൽ ആശുപത്രികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം നടത്തുകയുള്ളൂ. കാരുണ്യ ചികിത്സാ പദ്ധതി അതുപോലെ നന്നായിട്ട് മുന്നേറുകയുള്ളൂ. അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ടത് കാര്യക്ഷമത. മുഖ്യമന്ത്രി ആദ്യത്തെ പ്രാവശ്യം തന്നെ ഭരണത്തിൽ വന്നപ്പോൾ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനമാണ് കാര്യക്ഷമത ഞാൻ കാര്യമായിട്ട് കണക്കാക്കുമെന്ന്. ആ കാര്യക്ഷമതയ്ക്ക് ഒന്ന് മാർക്കിട്. കാര്യക്ഷമത ഇല്ലാത്തവരെ പുറത്താക്ക്. കാര്യക്ഷമതയുള്ളവർക്ക് പ്രൊമോഷനും ഇൻക്രിമെന്റും ഒക്കെ കൊടുത്ത് അവരെ കൂടുതൽ ജോലി ചെയ്യാനായിട്ട് അനുവദിക്കൂ. വിവരം കെട്ടവരുണ്ടെങ്കിൽ അവരെയും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പറഞ്ഞയച്ചിട്ട് പകരം ആൾക്കാരെ മിടുക്കരെ പാർട്ട് ടൈമായിട്ട് എന്ന് വെച്ചാൽ കോൺട്രാക്ട് ബേസിസിൽ, അമേരിക്കയൊക്കെ ചെയ്യുന്നത് അതുപോലെയാണ്. മിടുക്കരെ, അതായത് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയിൽ മികവുള്ളവരെ പാർട്ട് ടൈം അപ്പോയിന്റ്മെന്റ് നടത്തുന്നു. അവർ ചെയ്യേണ്ട കാര്യം ചെയ്ത് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചെടുത്തു കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു. ആ തരത്തിൽ കാര്യക്ഷമതയ്ക്ക് ഇടം കൊടുത്താൽ, കാര്യക്ഷമത വർദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ തോതിൽ പരിഹാരമാകും. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ പറ്റും. മെഡിക്കൽ കോളേജുകളിൽ മരുന്നും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ കാരുണ്യ ലോട്ടറി വീണ്ടും പഴയ പ്രതാപത്തോടെ, മാണി സാർ അത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രതാപത്തോടെ വീണ്ടും ജനങ്ങളെ സേവിക്കാൻ തുടങ്ങും.